മോർണിംഗ്. എല്ലാവരും എന്തെടുക്കുക? സുഖമായിരിക്കുന്നോ? ഇന്നൊരു ചെറിയ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി 2 മാങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ്. ആ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തു. 1 സ്പൂൺ ഉപ്പ്, 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ആദ്യം എടുത്തപ്പോൾ എത്ര സ്പൂണിൽ ഒഴിക്കണോ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം. ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. മാവിൽ നിന്ന് കുറച്ച് മുൻപ് പോയി 2 മീഡിയം സൈസ് മാങ്ങയാണ്, അത് വലിച്ചിട്ട് വന്നതാണ്. അതിന് ശേഷം ഒരു സ്പൂൺ അച്ചാർ പൊടി, നമ്മൾ തന്നെ പൊടിച്ച അച്ചാർ പൊടിയാണ്. ഉലുവ, കായം, ഉപ്പ്, ഇത് 3ഉം കൂടെ നന്നായി ഒന്ന് വറുത്ത് പൊടിച്ചതാണ്. ആ പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ അടുപ്പിലേക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നല്ലെണ്ണയാണ് ഇതിൽ ഒഴിക്കുക. ഞാൻ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാനിന്ന് കടുക് വറുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് തവിട് എണ്ണയാണ്. അപ്പോൾ തവിട് എണ്ണയാണ്, ഞാൻ ആ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ എണ്ണ ചൂടാവാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കടുക് ഇട്ട് കൊടുത്തു. ഒരു 1.5 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തത്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെയിം കൂട്ടി നന്നായി ഒന്ന് പൊട്ടിയിട്ട് വേണം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ. വെളുത്തുള്ളി സ്ലൈസാക്കിയത് എടുത്തിട്ട് ഒരു 5 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. നമ്മൾ എത്ര മാങ്ങയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി എടുക്കാവുന്നതാണ്. വെളുത്തുള്ളി കൂടുന്തോറും ടേസ്റ്റ് കൂടും കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവറും പിന്നെ ഹെൽത്തിനൊക്കെ വെളുത്തുള്ളി നല്ലതാണല്ലോ. അപ്പോൾ അച്ചാറിലുള്ള വെളുത്തുള്ളി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ എത്ര ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെ വെളുത്തുള്ളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇതൊന്ന് മാങ്ങ ചൂടാക്കുന്നൊന്നുമില്ല, വേവിക്കുന്നൊന്നുമില്ല. അതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുകയാണ്. നന്നായി മിക്സ് ചെയ്ത് അത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് അച്ചാർ നമുക്ക് ഉണ്ടാക്കാം. സിമ്പിൾ അച്ചാറാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഓക്കെ ഫ്രണ്ട്സ്.